ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ദുബായിയുടെ അല്ല വേൾഡിലെ തന്നെ ഒരു ആർക്കിടെക്ചറൽ മാർവൽ കാണാൻ വേണ്ടിയിട്ടാണ്. അതെ, ബുർജ് ഖലീഫ. ഇത് ടിക്കറ്റ്സ് ആൻഡൊക്കെ എടുത്തു വെച്ച് ചെക്ക് ഇൻ ഗേറ്റ് ആൻഡ് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പ്രധാന ഏരിയയിലേക്ക് പ്രവേശിച്ചു. ഒരു വാക്കിൻ എലിവേറ്റർ വഴിയാണ് ഫസ്റ്റ് യാത്ര. എൻട്രൻസിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രം ദ എർത്ത് ടു സ്കൈ എന്ന്. അതിൻ്റെ പൊരുൾ ഈ വീഡിയോ മൊത്തം കണ്ടാൽ മനസ്സിലാവും. പോകുന്ന വഴി പാസേജ് വാൾസിലെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ലോകത്തെ വിസ്മയിപ്പിച്ച് വാനോളം എത്തി നിൽക്കുന്ന ഈ ബുർജ് ഖലീഫയുടെ ഒരു ബിൽഡിംഗ് പ്രോഗ്രസിനെ പറ്റി പ്രിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. 2004 ജനുവരി 6 ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് 2010 ജനുവരി 4 ഈ ബിൽഡിംഗ് ഇനോഗ്രേഷൻ കഴിഞ്ഞു. ഈ പാസേജ് ചെല്ലുന്നത് മെയിൻ ലിഫ്റ്റിലേക്കാണ്. നമ്മുടെ ദുബായ് ട്രിപ്പ് ഫുൾ ഓർഗനൈസ് ചെയ്തത് ക്ലൗഡ് ലൈഫ് ട്രാവൽസ് ആണ് ദുബായിലുള്ള. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ദുബായ് വരാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ വേണ്ട അറേഞ്ച്മെൻറ്റ്സ് എല്ലാം അവർ ചെയ്തു തരുന്നതായിരിക്കും. സെക്കൻഡ്സിൽ 4-5 ഫ്ലോറ് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈ സ്പീഡ് ലിഫ്റ്റാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. 125ാമത്തെ ഫ്ലോറ് പോകാൻ വെറും 1 മിനിറ്റ് മാത്രം മതി. മുകളിലേക്ക് എത്തിയത് തന്നെ അവിടെ പെരുന്നാളിനുള്ള ആളുണ്ടായിരുന്നു. അങ്ങനെ ഒബ്സർവേഷൻ ഡെക്കിലെത്തി. മനോഹരമെന്ന് പറഞ്ഞാൽ പോരാ, അത് കുറഞ്ഞു പോകും. ഒരു ഗംഭീര സിറ്റി വ്യൂ ആണ് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് 2K പൂക്കി എഫക്റ്റ് ഇടാൻ നോക്കിയതാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, പണ്ടുള്ളവർ പറഞ്ഞ പോലെ എല്ലാം ഉറുമ്പഴയുന്ന പോലെ തോന്നുന്നു. എല്ലാ സൈഡിലും പോയി കാഴ്ചകളൊക്കെ കണ്ടു. ബുർജ് ഖലീഫയുടെ മുകളിൽ ഗോൾഡ് കച്ചവടം നടത്തിയ യുവതിയെ പിടിച്ചു. ഗോൾഡ് കച്ചവടം പ്രതിയെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഈ ബിൽഡിങ്ങിൻ്റെ പേര് ബുർജ് ദുബായ് എന്നായിരുന്നുവെന്ന്? തുടക്കകാലങ്ങളിൽ ബുർജ് ദുബായ് എന്നായിരുന്നു. അതിനുശേഷം റിസഷൻ പീരീഡിൽ ഇതിൻ്റെ ബിൽഡ് ചെയ്യാനുള്ള കോസ്റ്റ് താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ അന്നത്തെ അബുദാബി റൂളർ ഫണ്ട് ചെയ്ത് സഹായിച്ചു. സോ പുള്ളിയോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ടാണ് ബുർജ് ഖലീഫ എന്ന് ഇതിന് പേര് മാറ്റിയത്. മനോഹരമായ ആകാശ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ ഭൂമിയിലേക്ക് തിരിച്ചെത്തി. ഇറങ്ങിയപ്പോഴേക്ക് ചെവി അടഞ്ഞതിൻ്റെ പരാതിയാണിപ്പം കേൾക്കുന്നത് നിങ്ങൾ. ശേഷം നടന്ന് ക്ഷീണിച്ച് വാക്കിംഗ് എലവേറ്റർ വഴി പുറത്തേക്ക് പോയി. ഇറങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കാൻ ഒരു ഐസ്ക്രീം വാങ്ങി തണുപ്പിച്ച് ആൻഡ് ഫുഡ് കോർട്ടിൽ നിന്ന് നല്ലപോലെ ഒന്ന് കറങ്ങി. നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അണ്ടർ വാട്ടർ സൂ കാണാനാണ്. അതിലേക്ക് നടന്നു നീങ്ങി.